അപ്പോഴേ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടേ. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തിരക്കായിപ്പോയി. കഴിഞ്ഞ വീഡിയോയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ലേറ്റ് നമ്മൾ മാല ഇടുന്നതിന് മുമ്പ്. ഇന്ന് നമ്മൾ രാവിലെ വെളുപ്പിനേറ്റ് മാല ഇടാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. എല്ലാത്തിനും രാവിലെ തന്നെ വിളിച്ചെണീപ്പിച്ച് കുളിപ്പിച്ച്, അതുകൊണ്ട് എല്ലാത്തിനും കണ്ണു പൊളിക്കുമായിരുന്നു. എൻ്റെ പ്രത്യേകിച്ച് തലേദിവസം ഒട്ടും ഉറക്കം ശരിയായില്ല. അപ്പോൾ വെളുപ്പിനെ ഒന്ന് കിടന്നത്. അപ്പോഴത്തേക്കും അലാറം അടിച്ചു, വേഗം ഏക്കണ്ട വന്നു. പിന്നെ എല്ലാവരെയും കുളിപ്പിച്ച് റെഡിയാക്കി രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അമ്പലത്തിലേക്ക്. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്കാണേ പോണേ, അതുകൊണ്ട് വണ്ടിയൊന്നും എടുക്കണ്ട. മുറ്റത്തേക്ക് ഇറങ്ങി വാതിൽ തുറന്നപ്പോഴാണേ ഭയങ്കര മഞ്ഞ്. അതുകൊണ്ട് രണ്ടുപേരും തൊപ്പിയൊക്കെ വെച്ചാണേ കൊണ്ടുപോണത്. കാരണം മഞ്ഞുവെള്ളം വല്ലതും വീണ് വല്ല പനിയൊക്കെ പിടിച്ചാലോ എന്ന് ഓർത്ത്. കണ്ടത്തിൻ്റെ അവിടെയൊക്കെ നല്ല മഞ്ഞുള്ളതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ കുറച്ചിങ്ങ് എടുത്തു. പിന്നെ അവരങ്ങ് ഫ്രണ്ടിൽ പോയോണ്ട് ഞാൻ വേഗം നടന്നുമല്ല പുറകെ ഓടി. കാരണം ഇതിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ എൻ്റെ കയ്യിലാണ്. അവരുടെ കൂടെ വേഗം പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കലും അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പയ്യെ പുറകോട്ടങ്ങ് നിന്നു കേട്ടോ. ഈ റെയിലിൻ്റെ ഇവിടെ എത്തിയപ്പോൾ നല്ല എന്താ പറയുക, നല്ല മഞ്ഞ്, നല്ല രസമാണ്. അങ്ങനെ ഓടിക്കറിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് ചെന്നു കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമ്മൾ മാലയൊക്കെ അമ്പലക്കുളത്തിൽ ഒന്ന് മുക്കിയെടുത്തേ. ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാലയൊക്കെ പൂജിച്ചു. ഞങ്ങൾ ശരണം വിളിച്ച്, ഞങ്ങളല്ല പിള്ളേരും അഭിത്തേട്ടനും ഒക്കെ ശരണം വിളിച്ച് ആ മാലയൊക്കെ ഇട്ടു കേട്ടോ. എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിലെൻ്റെ. കാരണം പിള്ളേർ രണ്ടുപേരും ഒരുമിച്ച് അവർക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെയൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, മനസ്സിൽ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് താമസിച്ചു കേട്ടോ. കാരണം പുണ്യാഹം കിട്ടാൻ കുറച്ച് താമസിച്ചു. അങ്ങനെ പുണ്യാഹമൊക്കെ തിരുമേനി മൊന്തം നിറച്ചിങ്ങെടുത്ത് തന്നു കേട്ടോ. വീട്ടിലൊക്കെ തളിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ നടന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വഴിച്ചലിൽ നല്ലൊരു തുളസിത്തൈ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ തുളസിത്തറയിൽ ഇങ്ങനെ തുളസി ചുമ്മാ പൊങ്ങി പോകുക. അപ്പോൾ ഒരു കുഞ്ഞ് തുളസിത്തൈയും കൂടെ നടാന്നോർത്ത് തുളസിത്തൈയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഇത് ക്ലാസ്സുള്ള ദിവസം കൂടെയാണ്, അതുകൊണ്ട് വേഗം നടന്ന് വീട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ തലേദിവസം ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വളർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വേഗം കഴുകി വാരി കുക്കറിനകത്തേക്ക് വെച്ചു. കൂടാതെ അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ വേഗം അരിഞ്ഞിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞൻ വന്നിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നേ. അങ്ങനെ അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന നേരം പോകുമല്ലോ എന്ന് ഓർത്ത് എൻ്റെ ബാക്കി പരിപാടിയിലേക്കും കൂടെ കടന്നു കേട്ടോ. അതിന് വേഗം അതിനകത്തേക്ക് ഇച്ചിരി കിഴങ്ങും പിന്നെ എന്താ ഒരു സവോളയും വെച്ചിട്ട് ഇതൊരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ കറിയാണ് കേട്ടോ. പെട്ടെന്നുണ്ടാക്കാൻ, അതായത് പെട്ടെന്ന് എന്താ പറയുക, എല്ലാം കൂടെ കൂട്ടിക്കലക്കിയ ഒരു വെജിറ്റബിൾ കറി. അവനും എന്താണ്ടൊക്കെ പറക്കിയിടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ശകലം ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനിടാമെന്നും പറഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് അവനിട്ടു. ഗ്രാമ്പു മാത്രമല്ല നമ്മുടെ പട്ടയും ഒക്കെ അവൻ്റെ കയ്യിലേക്ക് അങ്ങ് എടുത്തു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ബഹളാവും അവിടെ കിടന്ന്. അപ്പോൾ ഗ്രാമ്പും പട്ടയും ഏലക്കയും ഒക്കെ അങ്ങ് വെള്ളത്തിനകത്തേക്ക് അങ്ങ് ഇട്ടു. വെള്ളത്തിലല്ല, കുക്കറിനകത്തേക്ക് ഇട്ട് വേഗം അടുപ്പത്തേക്ക് വെച്ചു. അതിനിടയ്ക്ക് അഭിത്തേട്ടൻ കൊണ്ട് എൻ്റെ തലയെ കൊണ്ട് എന്താ പറയുക, പുണ്യാഹം കൊണ്ട് ഒഴിച്ചുവിടും. തളിക്കുന്നതിന് വരെ ഒഴിച്ചു എൻ്റെ തലയിൽ ചെകുത്താനൊക്കെ പോട്ടെ എന്നും പറഞ്ഞ്. അങ്ങനെ ദിവാങ്കോട്ടയിലേക്ക് മിക്സി വെച്ചിട്ട് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് അരച്ചെടുത്തു കേട്ടോ. എൻ്റെ പൊന്നാണോ അടി എടുത്തോണ്ട് വന്നേ. അതെന്നാന്ന് വെച്ചാൽ ഞാൻ അരച്ചിട്ട് മിക്സി എടുക്കാതെ അവിടെ വെച്ചിട്ട് പോന്നേ. അപ്പം നമ്മുടെ കുഞ്ഞൻ അത് വേഗം എടുത്തുകൊണ്ട് വന്ന് ഇരുന്നോടത്ത് എടുത്തങ്ങ് വെച്ചതാണ് കേട്ടോ. റാഗി അപ്പമാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ റാഗി അപ്പത്തിന് നല്ല ടേസ്റ്റാണ് ഈ തേങ്ങയും ജീരകമൊക്കെ അരച്ച് ചേർക്കുമ്പോൾ. കറി ഒന്നുമില്ലേലും കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ അപ്പമൊക്കെ ചുട്ടു. നമ്മുടെ കറി ആയിട്ടില്ല. നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് അത്ര വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ആ തേങ്ങയും അരച്ചത് പച്ചമുളകും കൂടെ അരച്ചതങ്ങ് ചേർത്ത് വിട്ടു. ആ പച്ചമുളക് അരച്ചത് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇടാൻ മറന്നുപോയി. പേരിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് അപ്പമൊക്കെ എടുത്ത് വെച്ചു. കറിപ്പാത്രത്തിലേക്ക് കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. ഞങ്ങളുടെ കോഴിപ്പെണ്ണാണ് ഇത്. അങ്ങനെ ഞങ്ങളുടെ കോഴിപ്പെണ്ണിനും കുരുകുരാന്ന് അരിഞ്ഞതെല്ലാം മുറിച്ച് അപ്പം ഇട്ട് കൊടുത്തേ. അവൾ മടക്കം തിന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അവളോട് ടേസ്റ്റ് ഉണ്ടോടി എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ കൊക്കോന്ന് പറഞ്ഞ് കൊക്കി. ആ ടേസ്റ്റ് ഉണ്ടെന്നായിരിക്കും പറഞ്ഞത്. രാവിലെ എന്നെ ഉണ്ടെങ്കിലും ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവളിങ്ങനെ പരിക്കാത്തേക്ക് കയറി വരും എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞു. പുതിയ ലഞ്ച് ബോക്സിൽ അവൾക്ക് നോൺ വെജ് കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടിയില്ല, വെജായിപ്പോയി. അങ്ങനെ കൊള്ളാം, നല്ല ലഞ്ച് ബോക്സാ. എൻ്റെ നാവ് എപ്പോഴും ഉടക്കൂലോ. അപ്പൊ ലഞ്ച് ബോക്സ് ഇന്ന് ഓണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. സമയം കിട്ടിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.